ഋഷി വരുമ്പോൾ കാണുന്നത് രുദ്രയെ ചേർത്ത് പിടിച്ചിരുന്ന് കരയുന്ന അപ്പുവിനെയാണ്. ഋഷി വേഗം അപ്പുവിൻ്റെ അടുത്തേക്ക് വന്ന് നിലത്തേക്ക് മുട്ടുകുത്തിയിരുന്നു. ഋഷി അപ്പുവിൻ്റെ മടിയിൽ ചെരിഞ്ഞു കിടക്കുന്ന രുദ്രയെ തട്ടി വിളിച്ചു. രുദ്ര, ഡാ, ഞാനാണ് ഋഷി, കണ്ണു തുറക്കടാ. അവളുടെ കവിളിൽ തട്ടി വിളിച്ചിട്ടും അവൾ കണ്ണു തുറന്നില്ല. അത് കണ്ടതും ഋഷിയുടെയും അപ്പുവിൻ്റെയും നെഞ്ചിരിപ്പ് കൂടാൻ തുടങ്ങി. ഋഷി, നമ്മുടെ രുദ്ര. അപ്പോഴേക്കും അപ്പുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. രുദ്രയ്ക്കൊന്നും വരില്ല അപ്പു, അതിന് ഞാൻ സമ്മതിക്കില്ല. അത്രയും പറഞ്ഞവൻ അവളെ നിലത്തിൽ നിന്നും തൻ്റെ കരങ്ങളിലേക്ക് തൂക്കിയെടുക്കുമ്പോൾ കണ്ടു നെറ്റിപൊട്ടി ചോര നന്നായി വാർന്നൊലിക്കുന്നത്. ആ സമയത്താണ് രുദ്രയുടെ മുഖം ശരിക്കും പ്രണവ് കാണുന്നത് പോലും. ഋഷി അവളെയും കൊണ്ട് ഐസുവിൻ്റെ അടുത്തേക്ക് ഓടിപ്പോയി. അവനൊപ്പം തന്നെ അപ്പുവും. അവർക്ക് പിന്നാലെ പോകാൻ നിന്ന പ്രണവിൻ്റെ കയ്യിൽ ബദ്രി പിടിമുടുക്കി. നീ ഇതെവിടെ പോകുക പ്രണവ്? പ്രണവ് ദേഷ്യത്തിൽ ബദ്രിയെ നോക്കി. അത് ഹിരണ്യല്ല ബദ്രി, നിനക്ക് ആള് തെറ്റി. അവൾ നീ ഉദ്ദേശിച്ച ആളല്ല. നിന്റെ അടുത്ത് ചാട്ടം കൊണ്ട് ആ കുട്ടിക്ക് വല്ലതും സംഭവിച്ച ഒന്ന് നിർത്തുന്നുണ്ടോ നീ? അതിനു മാത്രം അവൾ ചാവാൻ വേണ്ടി ഞാനൊന്നും ചെയ്തിട്ടില്ല. ചിലപ്പോൾ അവൾ ഹിരണ്യ ആയിരിക്കില്ല, പക്ഷെ അവൾക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും ആയാലോ? എൻ്റെ അനിയനെ ഈ പരുവത്തിലാക്കിയിട്ട് അവൾക്ക് നേരെ ആരും വിരൽ ചൂണ്ടാതിരിക്കാൻ അവൾ തന്നെ പറഞ്ഞു വിട്ടവരിൽ ആരെങ്കിലും ആയിക്കൂടെ? ബദ്രി, സത്യം അതറിയാവുന്ന ആള് ഇപ്പോഴും അബോധാവസ്ഥയിലാണ്. പിന്നെ എനിക്കവരെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ല. ഇനി അഥവാ നീ പറഞ്ഞ പോലെയാണെങ്കിൽ ഞാൻ നിനക്കൊപ്പം തന്നെ നിൽക്കും. അല്ലെങ്കിൽ നമ്മൾ ആ കുട്ടിയോട് ചെയ്ത് പൊറുക്കാൻ പറ്റാത്ത തെറ്റ് തന്നെയാ, അതിലൊരു സംശയവുമില്ല. മതി പ്രണവ്, നിർത്ത് നീ. എനിക്ക് പ്രധാനം ആ പെൺകുട്ടിയുടെ ജീവനല്ല, എൻ്റെ അനിയൻ്റെ ജീവനാണ് ഏറ്റവും വലുത്. അത്രയും പറഞ്ഞവൻ വിജിത്ത് കിടക്കുന്ന റൂമിലേക്ക് തന്നെ നോക്കി നിന്നു. ഭവാനി വീണ്ടും വീണ്ടും രുദ്രയുടെ ഫോണിലേക്ക് മാറി മാറി വിളിച്ചു. അവൾ ഫോൺ എടുക്കാതിരിക്കുന്നത് കാണും തോറും അവരുടെ നെഞ്ചിരിപ്പ് കൂടി. രുദ്രയെ വിളിച്ചും കിട്ടാതായതും അവർ ഋഷിയെ വിളിച്ചു. അവൻ്റെ ഫോണാണെങ്കിൽ സ്വിച്ച് ഓഫും. അവർക്കാകെ ഭ്രാന്ത് പിടിക്കും പോലെ തോന്നി. അവർ വേഗം പൂജാമുറിയിലേക്ക് കയറി കരങ്ങൾ കൂപ്പി തൊഴുതുകൊണ്ട് നിറകണ്ണുകളോടെ പറഞ്ഞു, എനിക്കറിയില്ല ഭഗവാനെ, എൻ്റെ കുട്ടി ഇവിടുന്ന് പോയി കഴിഞ്ഞത് മുതൽ മനസ്സിലിരുന്ന് ആരോ പറയുക അവൾക്കെന്തോ അനർത്ഥം വരാൻ പോകുന്നെന്ന്. ഇത്രയും കാലത്തിനിടയിൽ എൻ്റെ കുട്ടിക്ക് സങ്കടമല്ലാതെ മറ്റൊന്നും കിട്ടിയിട്ടില്ല. ചെറിയൊരു സന്തോഷം അവളിൽ നിറഞ്ഞാലും അതുപോലെ നിങ്ങൾ ദൈവങ്ങൾ എൻ്റെ കുട്ടിയിൽ നിന്നും തട്ടിപ്പറിച്ചു കളയുവല്ല ചെയ്യുന്നേ. ഇനിയും എൻ്റെ കുഞ്ഞിനെ പരീക്ഷിക്കല്ലേ ഭഗവാനെ. അവൾക്ക് പകരം ഈ എന്നെ പരീക്ഷിച്ചോ. അവളെ മാത്രം കണ്ണീരിൽ ആഴ്ത്തരുതേ. എൻ്റെ മോൾക്കൊരാപത്തും വരാതെ കൂടെ ഇരുന്ന് കാത്തോളനെ ഭഗവാനെ. അപ്പോഴേക്കും അവരുടെ കണ്ണുകളിൽ അനുസരണയില്ലാതെ നിറഞ്ഞു തുളുമ്പിയിരുന്നു. ആകാശ് വരുമ്പോൾ കണ്ടത് ഭഗവാന്റെ മുന്നിൽ നിന്നും കരയുന്ന തൻ്റെ അമ്മയെയാണ്. ഓ, അവൾ പോയതും തുടങ്ങിയോ അവളെ ഓർത്തുള്ള ഈ കരച്ചിൽ? നിങ്ങളോട് അല്പമെങ്കിലും ഇഷ്ടമുണ്ടായിരുന്നുവെങ്കിൽ അവൾ പോകുമായിരുന്നു, ഇല്ലല്ലോ. പിന്നെ ആരെ കാണിക്കാനായി കരച്ചിൽ? ഭവാനി തൻ്റെ നിറഞ്ഞ കണ്ണിൽ സാരി തലപ്പ് കൊണ്ട് തുടച്ച് നീക്കിക്കൊണ്ട് ആകാശിൻ്റെ അടുത്തേക്ക് വന്നു നിന്നു. എന്നെ വിട്ടു പോകുവാൻ ഇഷ്ടമുണ്ടായിട്ടല്ല എൻ്റെ മോള് പോയേ. നിന്നെയും അവളെയും പേടിച്ചിട്ട് പോയതാ. ഇങ്ങോട്ട് വന്നാൽ നീയൊക്കെ രണ്ടും കൂടെ എൻ്റെ മോളുടെ മനസ്സ് കുത്തി നോവിച്ചാലോ എന്ന് കരുതി. നോവിക്കും. നോവിക്കാൻ കാരണമുണ്ടാക്കിയതും അവളല്ലേ. നിലമറന്ന് എണ്ണ തേച്ചത് ആരാ? ഞാനാണോ? അല്ലല്ലോ, അവളല്ലേ. കുഞ്ഞുനാളിലെ കൊണ്ട് നടന്ന അവളോടുള്ള എൻ്റെ ഇഷ്ടം അവസാനം എങ്ങാണ്ട് നിന്നോ വന്ന ഒരു അന്യജാതിക്കാരനെ കിട്ടിയപ്പോൾ എൻ്റെ ഉള്ളിലെ സ്നേഹം അറിഞ്ഞിട്ടും അവൾ എന്നെ വേണ്ടാതെ അവനെ തിരിഞ്ഞെടുത്തു. എന്നിട്ട് ഞാൻ പുറകെ നടന്നില്ലേ. അത്രയ്ക്കിഷ്ടമായിരുന്നു അവളെ. എൻ്റെ ഇഷ്ടം അറിയാവുന്ന അമ്മ പോലും അവളുടെ ഇഷ്ടത്തിന് മുൻതൂക്കം നൽകി. ഏതെങ്കിലും അമ്മമാർ ചെയ്യുമോ ഇങ്ങനെ? സ്വന്തം മോൻ ഇഷ്ടപ്പെട്ട പെണ്ണിനെ മറ്റൊരുത്തന് കൊടുക്കാൻ കൂട്ടു നിൽക്കുമോ? നിന്നെ പോലെ കുടിയനും വലിയും ഉത്തരവാദിത്തമില്ലാതെ നടക്കുന്ന ഒരുത്തനെ കൊണ്ട് ഞാൻ എൻ്റെ മോളെ കെട്ടിക്കണോ? അവൾ എൻ്റെ ഏട്ടൻ്റെ മോളാണെങ്കിലും നിങ്ങൾ രണ്ടാളേക്കാൾ കൂടുതൽ എന്നെ സ്നേഹിച്ചതും അറിഞ്ഞതും അവളാ. എനിക്കും അതേ സ്നേഹം എൻ്റെ കുട്ടിയോടുണ്ട്. അങ്ങനെയുള്ള പറഞ്ഞുകൊണ്ട് എൻ്റെ മോളെ ഞാൻ നരകത്തിലേക്ക് തള്ളിവിടില്ല. അതിനവൻ അവരെ ഒന്ന് നോക്കി പുച്ഛിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു. എന്നിട്ടിപ്പോൾ എന്തായി? 5 വർഷം അവൾ സ്നേഹിച്ചവന് അവൾക്കൊന്നുമില്ലെന്നറിഞ്ഞപ്പോൾ ഉപേക്ഷിച്ച് പോയില്ലേ? നടുതെരുവിലെന്ന പോലെ അവൾക്കിതല്ലാതെ ഇതിനപ്പുറം വന്നില്ലെങ്കിലേ ഉള്ളൂ. തള്ളയും തന്തയും ചത്തു, ഇനി നമ്മളൊക്കെ ഉള്ളൂ. അപ്പം പിന്നെ അത് മനസ്സിലാക്കി ഇവിടങ്ങ് അടങ്ങി ഒതുങ്ങി നിൽക്കുന്നതിന് പകരം കണ്ടെടുത്ത് ഞെരങ്ങാൻ പോയേക്കുന്നു ഒരു ജോലി ഉണ്ടെന്നുള്ള ധൈര്യത്തിൽ. ഇനി അവിടെ പോയി എങ്ങനെ ജീവിക്കുന്ന ആര് കണ്ടു? കണ്ടവൻ്റെ വിഴുപ്പും കൊണ്ട് ഇങ്ങോട്ട് വല്ലതും വന്നാ നിങ്ങൾ പോയി സ്വീകരിച്ചുകൊണ്ട് വന്ന് ഇരുത്തിക്കോ. അത്രയും പറഞ്ഞ് തീരുന്നതിന് മുൻപ് തന്നെ ഭവാനിയുടെ കരം ആകാശിൻ്റെ കരണത്ത് പതിച്ചു. ഇനി നീ നാവ് കൊണ്ട് എൻ്റെ കുട്ടിയെ വല്ലതും പറഞ്ഞ സ്വന്തം മോനാണെന്ന് നോക്കില്ല, അരിഞ്ഞു കളയും ഞാൻ.
നിന്റെ ആ ദുഷിച്ച നാവ്, നിന്നെയൊക്കെക്കാളേറെ വിശ്വാസമാണടാ എൻ്റെ മോളെ. അവളെവിടെയായാലും അന്തസ്സായി തന്നെ ജീവിക്കും, അതെനിക്ക് ഉറപ്പാ. രുദ്രയ്ക്ക് ഇപ്പോഴും ബോധം വന്നിട്ടില്ല. ഋഷിക്കും അപ്പുവിനും അവളെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ഒരു സമാധാനം കിട്ടിയിരുന്നില്ല. അപ്പു, ശരിക്കും ഞാൻ വരും മുന്നേ അവൾക്ക് എന്താ പറ്റിയേ? എങ്ങനെ അവളുടെ നെറ്റി പൊട്ടിയേ? നിനക്കെന്തെങ്കിലും അറിയാമോ? അപ്പു, അറിയാമെങ്കിൽ പറ. ഞാൻ നിനക്ക് മുന്നേ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ കൂടി ആൾക്കൂട്ടം കണ്ടാ വന്നേ. അപ്പോൾ ഞാൻ കാണുന്നത് എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഋഷി. എൻ്റെ മുൻപിൽ വെച്ച് തന്നെയാണോ നമ്മുടെ രുദ്രയ്ക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന്? നീ ഇങ്ങനെ വിക്കി എണ്ണിപ്പുറക്കി ഓരോന്ന് പറഞ്ഞ് ഞാനിങ്ങനെ മനസ്സിലാക്കാനാപ്പൂ. വല്ലതുണ്ടെങ്കിൽ തെളിച്ചു പറ നീ. ഞാൻ വരുമ്പോൾ കാണുന്നത് നമ്മുടെ രുദ്രയെ നിലത്തിട്ട് ഒരു ദയവുമില്ലാതെ ചവിട്ടി അരയ്ക്കുന്ന അയാളെയാണ്. ആര്? നമ്മുടെ രുദ്രയെ ഇങ്ങനെ ആക്കിയെന്ന് നീ പറയുന്നേ? അപ്പോഴേക്കും ഋഷിയുടെ മുഖം ദേഷ്യത്തിൽ വലിഞ്ഞു മുറുകി. അപ്പോൾ കുറച്ച് മുന്നിലായി പ്രണവിനോടും സംസാരിച്ച് നിൽക്കുന്ന ഭദ്രയെ ചൂണ്ടി പറഞ്ഞു, അയാളാ നമ്മുടെ രുദ്രയുടെ ഈ അവസ്ഥയ്ക്ക് കാരണം. ഭദ്രയെ കണ്ടെന്ന് തന്നെ ഋഷി പാഞ്ഞു വന്ന് അവൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചു. നീ എൻ്റെ രുദ്രയുടെ ദേഹത്ത് കൈവയ്ക്കുമല്ലടാ പൊന്ന മോനെ. ദേഹത്തുനിന്ന് കൈയെടുക്കടാ, ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യുമെന്ന് കാണുടാ പൊന്ന മോനെ. അത്രയും പറഞ്ഞ ഋഷിയുടെ കരങ്ങൾ അവനിൽ നിന്ന് മൂക്കോടെ എടുത്തു മാറ്റിയ ശേഷം പിന്നിലേക്ക് ആഞ്ഞു തള്ളി. ഋഷി നിലത്തേക്ക് വീഴാൻ പോയെങ്കിലും അവൻ എങ്ങനെയൊക്കെയോ ബാലൻസ് ചെയ്തു നിന്നു. കണ്ടവൾക്ക് വേണ്ടി എൻ്റെ മെക്കിട്ട് കയറാൻ വന്നാലുണ്ടല്ലോ പൊന്ന മോനെ, നിന്നെ ഞാൻ കൊല്ലും. ഞങ്ങളുടെ രുദ്രയെ ഈ പരുവത്തിലാക്കിയത് പോരാ, എന്നിട്ട് നിന്ന് ന്യായം പറയുന്നു. എൻ്റെ അനിയൻ്റെ അവസ്ഥയ്ക്ക് കാരണമായവരെ പിന്നെ ഞാൻ തല്ലാതെ മാലയിട്ട് സ്വീകരിക്കണോ? ഈ പകത്ത് കിടക്കുന്നില്ലേ അവൾക്കറിയാം എൻ്റെ അനിയൻ്റെ അവസ്ഥയ്ക്ക് കാരണം ആരെന്ന്. അവളും കൂടെ അറിഞ്ഞിട്ടാവും ഇതൊക്കെ ചെയ്തത് തന്നെ. അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. റോഡിൽ അപകടം പറ്റി കിടന്ന ഒരാളെ ഇവിടെ എത്തിച്ച് ജീവൻ രക്ഷിക്കാൻ നോക്കി അവളെ തന്നെ പഴിചാരുന്നു. നീയൊക്കെ മനുഷ്യരോ അതോ മൃഗമോ? അവൾ നിനക്കൊക്കെ നല്ലവളായിരിക്കും, പക്ഷെ എനിക്ക് എൻ്റെ അനിയൻ്റെ ഈ അവസ്ഥയ്ക്ക് ഉത്തരവാദിയാ. അവനെന്തേലും പറ്റിയോ കൊല്ലു ഞാൻ അവളെ. അവളുടെ രോമത്തിൽ പോലും തൊടാൻ ഈ ഋഷി സമ്മതിക്കില്ല. കാണാം. അത്രയും പറഞ്ഞ് ഭദ്ര അവിടെ നിന്ന് പോകുമ്പോൾ ഋഷിയുടെ മുഖം ദേഷ്യത്താൽ ചുവന്നിരുന്നു. വിജിത്തിന് ആക്സിഡൻ്റ് ആയെന്നറിഞ്ഞ് എല്ലാവരും വന്നിരുന്നു ഹോസ്പിറ്റലിൽ. ലക്ഷ്മിക്ക് അവൻ്റെ കിടപ്പ് കണ്ടതും സഹിക്കാനായില്ല. അവർ രാഘവേന്ദ്രനെ ചേർത്ത് പിടിച്ച് കരഞ്ഞു. ഏട്ടാ, നമ്മുടെ മോൻ, നീ ഇങ്ങനെ വിഷമിക്കാതെ, അവനിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? പിന്നെന്താ? എങ്കിലും എന്തോ അവൻ്റെ കിടപ്പ് കാണുമ്പോൾ സഹിക്കണില്ല, ചങ്ക് പിടയും പോലെ. അവൾ അവരെയും ചേർത്ത് അവിടെയുള്ള ചെയറിലിരുന്നു. വൈശാലി ഭദ്രയുടെ തോളിൽ കരഞ്ഞു തളർന്ന് കിടപ്പുണ്ട്. ഒരു കരം കൊണ്ട് അവൻ്റെ കുഞ്ഞു പെങ്ങളെ അവനോട് തന്നെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അധികമാരും നിൽക്കേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞതും ലക്ഷ്മിയും ഭദ്രയും അവിടെ നിന്നിട്ട് ബാക്കി എല്ലാവരും തിരികെ പോയിരുന്നു. ഹിരണ്യയുടെ കവളിൽ അവൻ്റെ കരങ്ങൾ പതിഞ്ഞു. നീ ആരോട് ചോദിച്ചിട്ടാണ് ഈ പ്രവൃത്തി ചെയ്തത്? അവൻ ദേഷ്യത്തിൽ നിന്ന് വിറച്ചുകൊണ്ട് ചോദിച്ചു. അത് പിന്നെ മറ്റൊരു വഴിയും എപ്പോൾ തോന്നിയില്ല, അതാ. നാശം, നിന്നോട് പറഞ്ഞിട്ടുള്ളതാ എന്ത് ചെയ്യുമ്പോഴും അത് എന്നോടല്ലെങ്കിൽ ഡാഡിയോട് ചോദിച്ചിട്ട് വേണം ചെയ്യണമെന്ന്. അവളൊന്നും മിണ്ടാതെ കുനിഞ്ഞു നിന്നു. ഭദ്ര അറിഞ്ഞ് എന്താ നടക്കുകയെന്ന് അറിയാലോ അല്ലേ? തൽക്കാലം നീയോ ഇവന്മാരും ഇവിടുന്ന് കുറച്ച് ദിവസത്തേക്ക് മാറി നിൽക്കുന്നത് നല്ലതാ. അവൻ്റെ കയ്യിലെങ്ങാനും നിന്നെയൊക്കെ കിട്ടിയാ പിന്നെ ദേ ആ ഭിത്തിയിൽ തൂങ്ങി കിടക്കേണ്ടി വരും. അത്രയും പറഞ്ഞ് മുന്നോട്ട് നടന്നു പോയവനെ ഹിരണ്യ പിന്നിൽ നിന്ന് വിളിച്ചു. ഹർഷ, എന്താ? പോകും മുന്നേ കൂടണ്ടേ നമുക്ക്? അവൾ വശ്യമായി അവനെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. കൂടാം, ഇന്ന് രാത്രി തന്നെ. അവനും അതേ വശ്യതയോടെ തന്നെ അവളോട് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോയിരുന്നു. രുദ്രയ്ക്ക് ബോധം തെളിഞ്ഞതും അവളെ വാർഡിലേക്ക് മാറ്റി. രുദ്ര ബെഡിൽ നിന്നും എണീക്കാൻ നോക്കിയതും അവളെ രണ്ട് സൈഡിൽ നിന്നും താങ്ങി ബെഡിൽ ഒരു തലയണ കുറുകെ വെച്ച ശേഷം അവളെ അവിടേക്ക് ചേർത്തിരുത്തി. ഇപ്പം എന്തേലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ നിനക്ക്? രുദ്രയുടെ അടുത്തായിരുന്ന് ഋഷി ചോദിച്ചു. ബോഡിയൊക്കെ നല്ല പെയിൻ തോന്നുക, തലയ്ക്കും. അവൾ തലയിലെ കെട്ടിൽ മെല്ലെ കൈ ചേർത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു. അതെങ്ങനെ? അമ്മാതിരി അടിയല്ലേ നിന്നെ കാലനടിച്ച്. മനുഷ്യപ്പറ്റില്ലാത്തവൻ. അയാൾക്ക് ആള് മാറിയതാവും. അറിഞ്ഞുകൊണ്ട് ആരെങ്കിലും ഒരാളെ ഉപദ്രവിക്കുമോ? ദേ, ഇനി വല്ലതും പറഞ്ഞ വയ്യാന്ന് നോക്കില്ല, ഒന്ന് വെച്ചു തരും ഞാൻ. അപ്പു അവളെ നോക്കി പറഞ്ഞു. നീ ഇവിടെ ഒരാളെ രക്ഷിച്ചുകൊണ്ട് വന്നില്ലേ? ആളുടെ ചേട്ടനാ നിന്നെ തല്ലി പരുവമാക്കിയേ. അത് ചോദിക്കാൻ പോയ ഋഷിയോട് അയാൾ പറഞ്ഞത് എന്താണെന്ന് അറിയോ? നീയാണ് അയാളുടെ അനിയൻ്റെ അവസ്ഥയ്ക്ക് കാരണമെന്ന്. അവരെ തെറ്റു പറയാൻ പറ്റില്ലടാ. ആ ടൈം ഞാനല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അയാൾ ഈ അവസ്ഥയിലാക്കിയത് ഒരു പെണ്ണും കൂടെ ചേർന്ന. ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞില്ലേ, ചിലപ്പോൾ അത് ഞാനെന്ന് കരുതി കാണും.
ഇല്ലെങ്കിൽ അവരുടെ കൂട്ടത്തിലുള്ള ആരെങ്കിലും ആവുമെന്ന് കരുതി കാണും. സത്യം പറയാലോ, നിനക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റൂ കേട്ടോ. ഡാ ഋഷി, നിനക്കിത് കേട്ടിട്ടൊന്നും പറയാനില്ലേ? രുദ്രയെ നോക്കി പറഞ്ഞ ശേഷം അവസാനത്തെ ഋഷിയെ നോക്കി ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ ശരിയാവില്ല. ചിലപ്പോൾ ഇവൾക്ക് വയ്യെന്നുള്ളത് മറന്നൊന്ന് പൊട്ടിച്ചെന്ന് വരും. അതൊന്നും മിണ്ടാതിരിക്കുന്നേ. രുദ്ര പിന്നെ ഒന്നും മിണ്ടാതെ മൗനമായിരുന്നു. ഋഷി അവളുടെ കരങ്ങളിൽ പിടിച്ചു എന്നിട്ട് പറഞ്ഞു, നിന്നെ ഞങ്ങൾ ഇന്നും ഇന്നലെയും കാണാൻ തുടങ്ങിയതല്ല. വർഷം 5 കഴിഞ്ഞു. നിനക്കൊപ്പം ഇടവും വലവും ഞങ്ങൾ കൂട്ടിയിട്ട്. നിനക്കെന്ത് വന്നാലും മറ്റുള്ളവർക്കൊന്നും വരില്ലെന്ന് നിന്റെ ഈ മനസ്സുണ്ടല്ലോ, അതധികം ആരും കണ്ടിട്ടില്ല. നിന്നെ ഇനി ആരെങ്കിലും കൊല്ലാൻ നോക്കിയാലും നീ അവരെ ന്യായീകരിച്ച് പറയുന്നറിയാം ഞങ്ങൾക്ക്. എന്നാൽ നിന്നെ ആരെങ്കിലും നോവിച്ച അത് കയ്യും കെട്ടി നോക്കി നിൽക്കാനേ ഞങ്ങൾക്കാവില്ല. നീ ഞങ്ങളുടെ സ്വത്താണ്, ഞങ്ങളുടെ ജീവൻ. അത്രയും പറഞ്ഞ് രുദ്രയെ 2 സൈഡിൽ നിന്നും അവൾക്ക് വേദനിക്കാത്ത വിധം അവർ ചേർത്തു പിടിച്ചു. ഹർഷനും ഹിരണ്യയും ഗസ്റ്റ് ഹൗസിൽ ഒത്തുകൂടി. അവളിലെ പെണ്ണിനെ ആവേശത്തോടെയാണ് അവൻ ഓരോ തവണയും സ്വന്തമാക്കുന്നത്. അവളും അവനെ തന്നിലേക്ക് തന്നെ വരിഞ്ഞു മുറുകി പിടിക്കുന്നുണ്ട് ഓരോ തവണയും. അവൾ അവനിൽ മാത്രമായി അടിമപ്പെട്ട് കിടക്കുന്നെന്ന് മനസ്സിലായതും അവൻ്റെ ഇടത്തെ കരങ്ങൾ ടേബിൾ സൈഡിൽ ഇരുന്ന കത്തിയിലേക്ക് നീണ്ടു. അവൻ മെല്ലെ അത് കയ്യിലെടുത്തു. അപ്പോഴും ഹർഷൻ്റെയും ഹിരണ്യയുടെയും ചുണ്ടുകൾ ബന്ധിച്ചു തന്നെ കിടക്കുകയായിരുന്നു. അവൻ പതുക്കെ ആ കത്തി താഴ്ത്തി കൊണ്ടുവന്ന് അവളുടെ വയറിൻ്റെ സൈഡിലായി കുത്തിയിറക്കി. ഒരു നിമിഷം അവൻ്റെ ചുണ്ടുകളെ മോചിപ്പിച്ചുകൊണ്ട് അവളൊന്ന് ഉയർന്നു പൊങ്ങിയതും വീണ്ടും അവിടേക്ക് തന്നെ അവൻ കത്തി ആഴത്തിൽ കുത്തിയിറക്കി. അവളുടെ കണ്ണുകൾ പുറത്തേക്ക് വിഴിഞ്ഞു വന്നു. അവനെ അള്ളിപ്പിടിച്ച് കുതിരക്കൊണ്ടിരുന്നു ഒരിറ്റ് ജീവനായി. അവസാനം അവളിലെ ശ്വാസം നിലച്ചു പോയെന്ന് മനസ്സിലായതും അവൻ അവളിൽ നിന്നും വിട്ടുമാറി. തൻ്റെ മുൻപിൽ നഗ്നയായി കിടക്കുന്ന അവളെ പുച്ഛത്തോടെ ഒന്ന് നോക്കിയ ശേഷം അവളുടെ ബോഡിയിലെല്ലാം ആ കത്തി കൊണ്ട് മുറിവുകൾ ഉണ്ടാക്കി തന്നെ ഇരുന്നു. രുദ്രയും അപ്പവും ലേഡീസ് ഹോസ്റ്റലിലും ഋഷി അവൻ്റെ ഫ്രണ്ടിൻ്റെ ഒപ്പം കുറച്ച് മാറി ഒരിടത്തും റൂമെടുത്താണ് താമസിച്ചിരുന്നത്. ഹോസ്റ്റലിൽ നിന്നും രുദ്രയെ കൂട്ടാൻ പോയ അപ്പുവിനെ കാണാതെ വന്നതും വാർഡൻ വിളിച്ചിരുന്നു അവളെ. രുദ്രയ്ക്ക് ആക്സിഡൻ്റ് ആയെന്നും 2 ദിവസം ഹോസ്പിറ്റൽ കിടക്കേണ്ടെന്ന് പറഞ്ഞു. ഋഷി അവർക്കൊപ്പം തന്നെ ഉണ്ടെന്നും പറഞ്ഞു. വാർഡൻ മരിയയ്ക്ക് അവരെ വലിയ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ രുദ്രയുടെ അസുഖം കുറഞ്ഞിട്ട് വന്നാൽ മതിയെന്നും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവരെ വിളിക്കാമെന്നും പറഞ്ഞു. വാർഡനോട് സംസാരിച്ചു വയ്ക്കാൻ നേരം ഋഷിയുടെ ഫോൺ വീണ്ടും അടിക്കാൻ തുടങ്ങി. രുദ്ര, ഭവാനി മാമി. രുദ്ര വേഗം ഫോൺ വാങ്ങി ചെവിയിലേക്ക് വെച്ചു. ഹലോ മാമി. മോളെ, നീ എത്തിയോ? എത്ര നേരം കൊണ്ട് വിളിക്കുന്നെന്നു ഞാൻ. നിന്നെ വിളിച്ചിട്ട് കിട്ടാതെ കൊണ്ട് ഋഷി മോനെ വിളിച്ചു. അവനും ഫോൺ എടുത്തില്ല. പിന്നെ എനിക്കെന്തോ മോൾക്ക് അനർത്ഥം സംഭവിക്കാൻ പോകുന്നെന്നൊരു തോന്നൽ. മോൾക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ? മാമി ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ. എനിക്ക് കുഴപ്പമൊന്നുമില്ല. എൻ്റെ കൂടെ തന്നെ അപ്പവും ഋഷിയും ഉണ്ട്. എനിക്കത് കേട്ടാൽ മതി. പിന്നെ ഏറെ നേരം സംസാരിച്ച ശേഷമാണ് അവർ ഫോൺ വെച്ചത്. ഭവാനി വിഷമിക്കാതിരിക്കാൻ അവൾക്ക് സംഭവിച്ചതിനെ പറ്റി ഒന്നും തന്നെ പറഞ്ഞില്ല. അല്ലെങ്കിൽ അവൾ ഇങ്ങോട്ട് വന്നപ്പോൾ മുതൽ തളർന്നു പോയിരുന്നു. ഇനി ഇതും കൂടെ കേട്ടാൽ സഹിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. വെറുതെ തൻ്റെ മാമി എന്തിനാ സങ്കടപ്പെടുത്തുന്നേ?